പറ. നമ്മൾ ഇന്ന് ക്രൈസ്റ്റ് കോളേജിൽ പോവാം. എന്തിനാ? കോൺഫറൻസിന്. ആദ്യമായിട്ടാണ് നമ്മൾ എല്ലാവരും ഒരുമിച്ച് സ്ഥലത്ത് പോകാൻ അതെ, പോകുന്നത്. ഞങ്ങൾ പ്ലാൻ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ അത് നടന്നില്ല. സോ ഇപ്പം സമയം ഇറ്റ് ഇസ് 5:18. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. ബൈ ബൈ. ഞങ്ങൾ ഒറ്റയ്ക്കാണ് പോകുന്നത്. ഞങ്ങളിവിടെ ആരുമില്ല. ഐ മീൻ ഗാർഡിയൻസ് ആരുമില്ല. ഞങ്ങളുടെ ചേച്ചിയുണ്ട്, ഫിസത്താത്തയുണ്ട്. റിപ്പോർട്ട് നമ്മളെല്ലാവരും കൊണ്ട് ഫിസത്താത്തയാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് കാണാം. ബൈ ബൈ. ബൈ ബൈ പറയാം. ബൈ ബൈ. ചെരുപ്പിടാൻ പ്ലീസ്. ഞങ്ങളങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി. കുറേ തേരാപ്പാര നടന്നതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ ഏതോ ഒരു ബോഗിയിൽ കയറി എവിടെയോ ഇരുന്നത്. ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടൊക്കെയാണ് പോയത്, പക്ഷെ ഞങ്ങൾ ബുക്ക് ചെയ്തിടത്തല്ല കയറിയിരുന്നത്. ഞങ്ങൾ TRലാണ് ബുക്ക് ചെയ്തത്, പക്ഷെ ഞങ്ങൾ ഇരുന്നത് SRലോ URലോ അവിടെ എവിടെയായിരുന്നു. എനിക്ക് ട്രെയിനിൻ്റെ ABCD ഒന്നും അറിയത്തില്ല. ഫിസയ്ക്കും തനുവിനും മാത്രമാണ് ABCD അറിയത്തുള്ളൂ. നിരഞ്ജന ആദ്യമായിട്ടാണ് ട്രെയിനിൽ കയറുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് അമ്മ ഇല്ലാതെ ട്രെയിനിൽ പോകുന്നത്. എക്സൈറ്റ്മെൻറ്റ് കാരണം എല്ലാവരും ഒരുമാതിരി ഉറങ്ങാന്നൊക്കെ വിചാരിച്ച് കയറിയിട്ട് ആരും ഉറങ്ങി പോലും ഇല്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും എക്സൈറ്റഡ് നിരഞ്ജനയായിരുന്നു. അവൾ എന്നെ കാണുമ്പോൾ പേടിയാണ്, ഞാൻ എന്താ ഷൂട്ട് ചെയ്യുന്നതെന്ന് ഉറപ്പില്ല. എന്നിട്ട് ഏറ്റവും ചാടി നിന്നത് നിരഞ്ജനയായിരുന്നു. ഈ നിരഞ്ജന എന്ന് പറയുന്നത് ഈ നടുക്കിരിക്കുന്ന വെള്ള കുട്ടിയാണ് കേട്ടോ, വെള്ള ഉടുപ്പിട്ട കുട്ടി. എക്സൈറ്റ്മെന്റ് എന്ന് വെച്ചാൽ ഇത്ര എക്സൈറ്റ്മെന്റ്. തുറക്കത്തില്ല, ചാടും തോന്നട്ടോ. ബാംഗ്ലൂരിലൊക്കെ വന്നിട്ട് തോന്നൂല്ലേ? വേണ്ട നടന്നാ മതി. അങ്ങനെ ഞങ്ങൾ ഇരിഞ്ഞാലക്കുടയിലെത്തി. ഇനി ബാക്കി നമുക്ക് മെല്ലെ കാണാം. ഞങ്ങൾ അവിടെ എത്തിയതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് യൂബറെ വിളിച്ചിട്ടാണ് ഞങ്ങളുടെ റൂമിലിട്ട് പോയത്. ഞങ്ങൾക്ക് എല്ലാം നല്ല പ്ലാൻ ഉണ്ടായിരുന്നു. പ്ലാൻ പ്രകാരം തന്നെ എല്ലാം നടക്കുകയും ചെയ്തു. ഒരു മാവ് കണ്ടാലോ ഒരു പ്ലാവ് കണ്ടാലോ എന്തിനോ ഒരു റെയിൽവേ സ്റ്റേഷനെ പോലും വെറുതെ വിടാത്ത ഒരാളാണ് ഇവൾ. ഇനി കുറച്ച് എസ്തെറ്റിക് ഷോട്ട്സ് ആവാം, വിച്ച് ഇസ് ഷോട്ട് ബൈ മീ. ഞങ്ങൾ അവിടെ നിന്ന് ഓട്ടോ വിളിച്ചിട്ട് മറ്റേ ഓട്ടോ ചേട്ടനോട് തന്നെ പറഞ്ഞു ഞങ്ങൾക്കൊരു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് പോകണം എന്ന്. ആൻഡ് പോകുന്ന വഴിക്ക് ഞങ്ങൾ ആനേനെ കണ്ടു ഗൈസ്. ഞങ്ങളെ ആ ചേട്ടൻ തന്നെ ഒരു ഹോട്ടലിൽ കൊണ്ട് വിട്ടു, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ദാറ്റ് ഹോട്ടൽ വാസ് നോട്ട് ഗുഡ് ഇനഫ്. ഞങ്ങൾ വിചാരിച്ചു പുറത്തുനിന്ന് കാണാനൊരു വൃത്തിയില്ലെങ്കിലും നല്ല ഫുഡായിരിക്കുമെന്ന്, കാരണം സാധാരണ എൻ്റെ നാട്ടിലൊക്കെ അങ്ങനെയാണ്. പക്ഷേ ദ ഫുഡ് വാസ് വെരി, എന്താ പറയുക, വായി വയ്ക്കാൻ പോലും കൊള്ളില്ലാത്തൊരു ഫുഡായിരുന്നു. ആൻഡ് ദിസ് ചായ, ഈ ചായ ഞാൻ എവിടെയും കുടിച്ചിട്ടില്ലാത്തൊരു തരം ചായയാണ്. നല്ല കടുപ്പവും നല്ല മധുരം കുറവായിട്ടുള്ളൊരു ചായയായിരുന്നു. കയ്പ്പ് വന്നത് ചായയ്ക്ക് മധുരം കൂടിയതുകൊണ്ടാണ്. ഞങ്ങളെല്ലാവരും ദോശ ഐറ്റംസാണ് കഴിച്ചത്. അതും പക്ഷെ വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ കുഴപ്പമില്ല.
ഞങ്ങൾ ശരിക്കും 5 പേരുണ്ടായി. ജോഷി പിന്നാണ് വന്നത്. ജോഷിയും ഞങ്ങളും കൂടി എല്ലാവരും കൂടി ഒരു ഓട്ടോയ്ക്ക് പോയതുകൊണ്ട് ഞങ്ങൾ മടിയിലൊക്കെ ഇരുന്നേ. പക്ഷെ നമ്മുടെ റൂമിൽ നിന്ന് കുറച്ച് ദൂരേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ കോളേജിലോട്ട്. ക്രൈസ്റ്റ് കോളേജ് വെച്ചിട്ടായിരുന്നു ഞങ്ങൾക്ക് കോൺഫറൻസ്. ആൻഡ് ഇറ്റ് വാസ് വെരി ഗുഡ് കോളേജ്. എൻ്റെ ആംബിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് പോരാനേ തോന്നില്ല. ഭയങ്കര നീറ്റാണ്. അതുപോലെ തന്നെ നല്ല രസമുണ്ടായിരുന്നു. അവരെങ്ങനെയൊക്കെ ഇതെല്ലാം അറേഞ്ച് ചെയ്തെന്നുള്ള നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ആദ്യം ചെന്നിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യണമായിരുന്നു. രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമുക്കൊരു ഫയൽ അവർ തന്നു. ഇവിടെ വെച്ചിട്ടായിരുന്നു നമുക്ക് കോൺഫറൻസ് നടന്നത്. അത് ഓഡിറ്റോറിയമാണ്. പിന്നെ നമുക്ക് അവിടെ എല്ലാ ഹെൽപ്പിനും എൻ്റെ ഫ്രണ്ട് കീർത്തന ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഈസി ആയിട്ട് നടന്നു. ആൻഡ് ദ കോൺഫറൻസ് വാസ് ഗുഡ്. കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിരുന്നു. ലൈക്ക് കുറച്ച് നേരം ലാഗ് അടിക്കുന്ന പോലെയൊക്കെ ഇരിക്കേണ്ടി വന്നു. പക്ഷേ ദ കോൺഫറൻസ് വാസ് ഗുഡ്. നല്ല രീതിക്കൊക്കെ നല്ല നോളജുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു കോൺഫറൻസ് എടുത്തിരുന്നത്. ആൻഡ് കോൺഫറൻസിന് ഇടയ്ക്ക് നിരഞ്ജന ബാലചന്ദ്രൻ കിടന്ന് ഉറങ്ങുന്ന വീഡിയോ ആണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രജിസ്ട്രേഷൻ്റെ ടൈമിൽ ഒരു പ്രശ്നം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ പേര് വേറെ കോളേജിലായിരുന്നു. ലൈക്ക് ഇവരുടെ ഒക്കെ സീക്രട്ട് ഹാർട്സ് കോളേജ് തേവരയായിരുന്നു. എൻ്റെ മാത്രം ക്രിസ്തു ജയന്തിയിലായിരുന്നു. ആൻഡ് ഐ വാസ് ലൈക്ക് ഓക്കെ വെരി ഗുഡ്. എന്നിട്ട് കീർത്തന ഉള്ളതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് സോർട്ട് ഔട്ടാക്കി കിട്ടി. അതുപോലെ തന്നെ നമുക്ക് കിട്ടിയിരുന്ന ഫയൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഫയൽ കിട്ടി. ആ ഫയലിനകത്ത് നമുക്ക് ID കാർഡ് ഉണ്ടായിരുന്നു, ഒരു നോട്ട് പാഡ്, എ പെൻ. ഓൾസോ വി ഹാഡ് ക്യാൻറ്റീൻ കൂപ്പൺസ് ഇൻസൈഡ് ദാറ്റ് ഫോർ മോർണിംഗ് സ്നാക്സ്, ലഞ്ച് ആൻഡ് ഈവനിങ് സ്നാക്സ്. 2 ദിവസത്തേക്ക് അവർ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തത്. നിരഞ്ജന മാത്രമല്ല കേട്ടോ, എല്ലാവരും ഇത്തിരി നേരം കണ്ണടച്ചു. ബിക്കോസ് ആരാണേലും കുറച്ച് നേരം നമുക്ക് ബോറടിക്കും. ഇത്തിരി ചൂടുണ്ടായിരുന്നു ഉച്ച കഴിഞ്ഞ സമയത്ത്. എല്ലാവരും കുറച്ച് ഉറങ്ങി. ഈവൻ ഞാനും ഉറങ്ങി. ഫിസയുടെ വിചാരം ഞാൻ ഇതൊന്നും എവിടെ ഇടില്ല. ഞങ്ങളുടെ HOD ഞങ്ങളോട് നോട്ട്സ് എഴുതിക്കൊണ്ട് വരണം, നമുക്ക് റിപ്പോർട്ട് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായി. അതുകൊണ്ട് നമ്മൾ നോട്ട്സ് എഴുതി. പിന്നെ വെൻഡിങ് മെഷീനിൽ വി ഓൾസോ ബോട്ട് മോഗു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ബ്രേക്കിന് നമ്മൾ ലഞ്ച് കഴിക്കാൻ നിൽക്കുകയായിരുന്നു. ആൻഡ് ദർ വാസ് എ ക്യൂ. അവർ തന്നെ നമുക്ക് കൂപ്പണൊക്കെ പ്രൊവൈഡ് ചെയ്തു. ആൻഡ് ഐ വിൽ ഷോ മൈ ഫ്രണ്ട്. ദിസ് ഇസ് കീർത്തന മേനൻ. 11th and 12th ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചതൊക്കെ. കീർത്തന ഞങ്ങളെ ക്രൈസ്റ്റ് കോളേജ് മൊത്തം ഒന്ന് കറക്കി കാണിക്കുകയൊക്കെ ചെയ്തു. ആൻഡ് ഇറ്റ് വാസ് വെരി ഗുഡ്. നമ്മുടെ കോളേജ് കുറച്ച് ബിൽഡിംഗ് ടൈപ്പാണല്ലോ. ഈ കോളേജ് കുറച്ച് ഹരിതാപമായിട്ടുള്ളൊരു കോളേജായിരുന്നു. സോ കുറേ നേരം നമ്മളവിടെ പോയി കറങ്ങുകയൊക്കെ ചെയ്തു. ആൻഡ് നമ്മളവിടെ ഒരു പാർക്കുണ്ടായിരുന്നു, അവിടെ ഇരിക്കുകയൊക്കെ ചെയ്തു. ആൻഡ് ഇറ്റ് വാസ് ആക്ച്വലി വെരി ഗുഡ്. ഞങ്ങൾക്ക് വേറെ എൻ്റർടൈൻമെൻ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളുടെ എൻ്റർടൈൻമെൻ്റ് ആയിട്ടിരിക്കുകയായിരുന്നു. അവിടെ ക്രൈസ്റ്റ് കോളേജിൽ ഒരു ചേച്ചി ലൈമൊക്കെ വിൽക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് വാസ് ആക്ച്വലി വെരി ടേസ്റ്റി. ഞങ്ങൾ 2 ദിവസവും ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ 2 ദിവസവും പോയി ലൈം കുടിച്ചു. ഹലോ ഗൈസ്, നമ്മുടെ കോൺഫറൻസ് വാസ് അടിപൊളി. നമ്മുടെ പ്രശ്നമാണോ എന്ന് അറിയത്തില്ല, ഭയങ്കര ലാഗായിട്ട് തോന്നി. മേ ബി നമ്മളെല്ലാവരും മാറി സോ അപ്പം ഞങ്ങളിപ്പോൾ ഇവിടുത്തെ ഒരു നമ്മുടെ എറണാകുളത്ത് സുഭാഷ് പാർക്ക് പോലെ സുഭാഷ് പാർക്ക് പോലുള്ളൊരു പാർക്കിൽ കോളേജുകാർ തന്നെ ഒരു സുഭാഷ് പാർക്ക് പണിത് കൊടുത്തിരിക്കുകയാണ്. നമ്മളപ്പോൾ അവിടെ ഇരിക്കുകയാണ്. നല്ല സുഖമുണ്ട്, തുടങ്ങി കാറ്റുണ്ട്. നല്ല പക്ഷെ സുഭാഷ് പാർക്കിന്റെ അത്ര ഒരു വൈബില്ല. കാറ്റ്, തടാകം. സോ ഞങ്ങളപ്പോൾ അവിടെ ഇരിക്കുകയാണ്. ഇതാണ് ആ പറഞ്ഞ സുഭാഷ് പാർക്ക്. നല്ല രസമുണ്ടായിരുന്നു അവിടെ ഇരിക്കാൻ. കുറേ ബെഞ്ചും ചെയർസൊക്കെ അവിടെ തന്നെ ഉണ്ടായി. ഹലോ ഗൈസ്, നമ്മളപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടി ആരും കളിക്കാത്തൊരു ഗെയിം കളിക്കാൻ പോവാണ്. എന്താണത്? ഓക്കെ, സോ നമ്മുടെ ട്രൂത്ത് ഓർ ഡെയറിലെ ആദ്യത്തെ കണ്ടസ്റ്റന്റ് ആരാന്ന് കാണിച്ചു തരാം. ഗുഡ് ഈവനിങ്. എന്താ നമ്മൾ കൊടുക്കാൻ പോകുന്നേ? ട്രൂത്ത് ഓർ ഡെയർ? ട്രൂത്ത് ഓർ ഡെയർ? ആർക്ക് വേണേലും ചോദിക്കാം. കണ്ടോ? ഇപ്പൊ നിരഞ്ജന നീ ഇപ്പൊ ഒരു ലെസ്ബിയനാ. നിരഞ്ജന പൊതക്കിടിയില്ല, വീഡിയോ എടുത്തത് ചിലപ്പോ പൊതക്ക്
ഇനി ഫിസ ഫാത്തിമ ഫ്രം പത്തനംതിട്ട ഡിസ്ട്രിക്ട്. പിയോ. പത്തനംതിട്ട പിയോ. ട്രൂത്ത് ഓർ ഡെയർ ഫിസു? ട്രൂത്ത്. എല്ലാം ട്രൂത്തേ പറയത്തുള്ളൂ. ചോയ്ക്ക് ചോയ്ക്ക് ചോയ്ക്ക്. നിനക്ക് ചോദിക്കാം. ഞാൻ ക്യാമറമാനാണ്. ഇല്ല, അതിനോട് പ്രസക്തിയില്ല. നീ ചോദിക്ക്. ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ ദേഷ്യം വന്നെന്തിനാ? ഇവിടെ ഈ കോളേജ് കോൺഫറൻസ് ഇത്ര സമയം അല്ല വേറെന്താ. ആ ബാക്കിൽ ഇരിക്കുന്ന ഇറങ്ങാൻ ഇഷ്ടപ്പെട്ടോ? ബ്ലാക്ക്. ഫിസതെ അവിടെ ഒരു പച്ച ഷർട്ടിന്റെ പുള്ളിക്കാരനെ കണ്ട അതിന് നാടുന്ന്. എവിടെ 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 അവിടെ ആടുന്നുണ്ട് ആടുന്നുണ്ട്. റൈറ്റ് സൈഡിൽ ബ്ലൂ ഷർട്ട്. റൈറ്റ് സൈഡിൽ ബ്ലൂ ഷർട്ട്. ഫിസയ്ക്ക് പറ്റിയ ആരെങ്കിലും കോളേജ് വന്ന് കണ്ട? ഇല്ല. റൈറ്റ് സൈഡിൽ ആ മരത്തിന്റെ അവിടെ ഒരു ബ്ലൂ ഷർട്ട്. ഒരു ബ്ലൂ ഷർട്ട്. ഇന്നലെ തൊട്ട് തന്തയ്ക്ക് വിളിയാ. അതുകൊണ്ട് ധൈര്യമായിട്ട് വിളിക്കാത്. നെക്സ്റ്റ് ആരാണ്? നെക്സ്റ്റ് ഗുരു. എന്റെ ആരും ചോദിച്ചില്ലല്ലോ. ഇല്ല, എന്തായാലും ചോദിക്കല. ട്രൂത്ത്. ആ ചോദിക്ക്, കൊച്ചിനോട് ചോദിക്ക്. ഒരു കുഞ്ഞു കൊച്ചൊന്നും നീ പിന്നെ വല്ല സംസാരിക്കാനോ കേൾക്കുമ്പോ അല്ലടി ലുക്കില് ചോദിക്ക്. ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛൻ, അമ്മ, ചേട്ടൻ, പിന്നെ ഞാനും. ഞാന് പേരെന്താണാവോ? എന്താ പെണ്ണ് കാണല്ല? നിന്നെ തവടോട് എന്താടി നിനക്കൂടെ കാര്യം? കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ വന്ന. നീ ഏതാ? നിന്റെ നാട്ടിലൊന്ന് കോൺഫറൻസ് റാഗ് ചെയ്യുമ്പോ ഇങ്ങോട്ട് പറയലെന്നാ കേട്ടാ. നിന്റെ ഒന്നും നാട്ടിൽ കോൺഫറൻസ് ഇല്ല. നീ എന്തിനാ തൃശ്ശൂർ വരെ വന്നേ? രാവിലെ എന്താണ് അഹങ്കാരം? നിന്നോട് ചിരിക്കാൻ ആരെങ്കിലും പറഞ്ഞോ? അവിടെ നിൽക്കടി. 50 പല്ല് കാണിച്ചൊരു ചിരി. സാധാരണ എല്ലാവർക്കും 32 പല്ലുള്ളൂ. 32 പല്ല്. ചോട്ടാനിക്കൽ എവിടെ വീട്? രണ്ടു ദിവസമായിട്ട് നിന്റെ രാത്രി കാണാറില്ലല്ലോ. വെച്ചേ എവിടെയായിരുന്നു? എവിടെയായിരുന്നു? ട്രൂത്തോടെ ഇറങ്ങി. നീ എവിടെ ആയിരുന്നടി? ഞാൻ പറഞ്ഞു കൊടുക്കവിടെയായിരുന്നു. ഒരുമിച്ചായിരുന്നോ? തനുവിനോടല്ല ചോദിച്ചത്. പറ. ഊട്ടിയിലോ? ആരൊക്കെ? ഞാനും തനു. എന്റെ വീട്ടിലെ കോഴി. നിന്റെ ആരാ? അത് പുറത്തു വരാൻ പറ്റില്ല. അതെന്താ പുറത്തു വരാൻ പറ്റാൻ മാത്രം ബന്ധം? അത് പുറത്തു വരാൻ പറ്റില്ല, അതുകൊണ്ട് പറയുന്നില്ല. അതെന്താ പറയാൻ പറയുന്നില്ല? അതെന്താ പറഞ്ഞ? അതെന്താ പറഞ്ഞ? അത് പുറത്തു വരാൻ പറ്റില്ല. പുറത്തു പറയാൻ പറ്റില്ല. എന്ത് ബന്ധം നിങ്ങൾ? അത് മനോരോഗി പുറത്തു ചാടിയിരിക്കുന്നു. ചുമ്മാ ഇട്ട് കൽപ്പിക്കാതെ. നെക്സ്റ്റ് ജോഷി പോ. പാവാൻ കൊച്ചു പാ. ജയന്തി, പ്രൊഫസർ ജയന്തിയാ. ട്രൂത്ത് ഓർ ഡെയർ? ശർക്കമാരി പ്രപ്പോസ് ചെയ്യണം. പിന്നെ ഡെയർ എന്താ? മിണ്ടണം. ഞാൻ പറയുന്ന ആളോട് പോയി മിണ്ടണം. ഇല്ല, മിണ്ടലൊന്നും വേണ്ട. ഈ മരം കണ്ട ഈ മരത്തിലൊന്ന് ഇങ്ങനെ പിടിച്ച് കറങ്ങിയിട്ട് വാ. ലാലല്ല പാവം. ജോഷി. അടുത്തുണ്ടല്ലോ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ഗൈസ്. നീ ഡെയർ എടുക്ക. പണിയൊന്നും തരണം. പിന്നെ ഡെയർ പിന്നെ പണി. അടുത്ത ഡെയർ എടുക്കാം. ഓക്കെ.
അല്ല വേണ്ട ഗോകർണത്തോട്ടുള്ള വഴി ചേട്ടാ ഗോകർണത്തോട്ടുള്ള വഴി എന്റെ നാട് ഗോകർണാണ്. എനിക്ക് ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഗോകർണം പോകണം. മലയാളം ഉണ്ടാക്കി പറയാം സെറ്റാ ഗോകർണത്തിലിട്ട് എങ്ങനെ പറഞ്ഞത് ഗോകർണത്തേക്ക് പോകാനുള്ള ബസ് അവിടെ നിന്ന് കിട്ടുമെന്ന് എന്തെങ്കിലും അറിയാവോ? അറിയത്തില്ല. അല്ല ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് എവിടെ നിന്ന് അറിയാമോ? അല്ല ഗോകർണത്തേക്ക് പോകാനാ. തൃശ്ശൂർ അവിടെ ബസ് സ്റ്റാൻഡ് എവിടെയാ? പ്രൈവറ്റ് ബസ് ഞാൻ ഈ തൃശ്ശൂർ ആദ്യമായിട്ടാ. ഞാൻ കൊച്ചിന്നായിരുന്നു. ഇവിടുന്ന് നിന്ന ബസ് കിട്ടും. കോളേജിന് പുറത്തിറങ്ങുന്ന അങ്ങോട്ട് അവിടെ നിന്ന് സ്റ്റാൻഡിൽ ചെന്ന തൃശ്ശൂർക്കുള്ള ഇരിങ്ങാലക്കുട സ്റ്റാൻഡ് 10 രൂപ കൊടുത്ത സ്റ്റാൻഡിൽ പോകാം. അവിടെ നിന്ന് തൃശ്ശൂർക്ക് ബസ് കിട്ടും. അവിടെ ബസ് കിട്ടും. തൃശ്ശൂർ ഇരിങ്ങാലക്കുട സ്റ്റാൻഡിൽ പോവാ. ഞാൻ ഇപ്പം കൊച്ചിയിലാണ് പഠിക്കുന്നത്. കൊച്ചി പോകാനല്ലേ? അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വണ്ടി നേരെ KSRTC സ്റ്റാൻഡിലേക്ക് ആ വഴിയാ പോവുക. അവരോട് പറഞ്ഞാൽ മതി KSRTC സ്റ്റാൻഡ് എവിടെയാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ സ്റ്റോപ്പ് രണ്ടും എടുത്താൽ സ്റ്റാൻഡിൽ നിന്ന് ഇഷ്ടംപോലെ വണ്ടി. താങ്ക് യു. ആക്ച്വലി ഡെയർ കൊടുത്തത് ശരിക്കും ജോഷിക്കായിരുന്നു. ഞാനും നിരഞ്ജനയും ഫിസി അവിടെ ഇരുന്ന് ചിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി ചിരിയായിരുന്നു. കാരണം ജോഷി ചെയ്ത ഡെയറിനൊക്കെ ഭയങ്കര കോമഡി ആയിരുന്നു. തരും അവിടെ പോയിട്ട് ഓരോ പോസ്റ്റിൻ്റെ അവിടെ പോയി നിന്ന് ഫോൺ നോക്കുന്നത്. ആൻഡ് ദാറ്റ് വാസ് വെരി എവിഡൻറ്റ് ഓൾസോ. ലൈക്ക് എനിക്കതിപ്പോൾ ഓർത്തോർത്ത് ചിരി വരിക. ഇത് ആക്ച്വലി ഞങ്ങൾ ഡ്യുവൽ ക്യാം എങ്ങനെ ഉണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കിയതായിരുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമുക്ക് അവിടെ കൾച്ചറൽസ് ആയിരുന്നു. ഫസ്റ്റ് ഡേ വി ഹാഡ് കൾച്ചറൽസ് ആൻഡ് സെക്കൻഡ് ഡേ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ നമുക്ക് മ്യൂസിക്കോടെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് വി ഹാഡ് കളരി, വി ഹാഡ് ഡാൻസ്, വി ഹാഡ് ഗ്രൂപ്പ് പെർഫോമൻസസ്. എല്ലാം നല്ല അടിപൊളിയായിട്ടാണ് മുന്നോട്ട് പോയിരുന്നു കേട്ടോ. ഗൈസ്, നമ്മുടെ ഇന്നത്തെ കലാപരിപാടികൾ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ നടക്കുകയാണ്. അല്ലെങ്കിൽ അവിടെ നമുക്ക് ഓട്ടോ വിളിക്കാം എന്നുള്ളൊരു പ്ലാനിലാണ്. സോ യെസ് ഗൈസ്, നമുക്ക് കാണാം. ബൈ പറ. ബൈ ബൈ ബൈ. ഞങ്ങൾ കോളേജിൽ നിന്ന് വീണ്ടും ഹോട്ടലിലേക്ക് പോയി ഒന്ന് ഫ്രഷ് അപ്പ് ആയിട്ട് ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കാം എന്നാണ് വിചാരിച്ചത്. ആൻഡ് ദീസ് ആർ ദി ക്ലിപ്സ് ഓഫ് ദി കോളേജ്. ഭയങ്കര എന്താണ്, നല്ല പൂവും പുഷ്പവും പച്ചപ്പും ഹരിതാപവും ഒക്കെ ഉള്ളൊരു കോളേജാണ്. കുറേ ഉണ്ട് ശരിക്കും ഈ കോളേജ് നടന്ന് ചുറ്റിക്കാണാൻ. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒന്നും കണ്ടു തീർക്കാൻ പറ്റുന്നതല്ല. ആക്ച്വലി അവിടുത്തെ ഗാർഡൻ ആൻഡ് ചെടിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ബൊഗൈൻവില്ല എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. അതിനുശേഷം ഹോട്ടൽ എത്തിക്കഴിഞ്ഞിട്ടുള്ള ബാക്കി ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം എൻ്റെ ഫ്രണ്ട് കീർത്തന വന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ നല്ല ടയേർഡായിരുന്നു. ഞങ്ങളെല്ലാവരും കിടന്നുറങ്ങി. ഹലോ ഗൈസ്, നമ്മൾ രാവിലെ ചെക്ക് ഔട്ട് ചെയ്തു. നമ്മളിനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് നോക്കാം. ഓക്കെ ബൈ. നമ്മളപ്പോൾ ഇവിടെ വൃന്ദാവനിൽ വന്നിരിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. കഴിഞ്ഞ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് തീരെ ശരിയായില്ല. ഞങ്ങളിപ്പം വൃന്ദാവനിൽ വന്നിരിക്കുകയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫുഡ് കഴിക്കാൻ ബൈ ബൈ. ആസ് യൂഷ്വൽ എല്ലാവരും ദോശ ഐറ്റംസാണ് ഓർഡർ ചെയ്തത്. അതുപോലെ തന്നെ വിത്ത് ചായ. എനിക്ക് കട്ടൻ ചായ ആയിരുന്നു. ആൻഡ് ദോശ വാസ് വെരി ഗുഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ദോശ. നല്ല ടേസ്റ്റുള്ള ദോശയായിരുന്നു. ഞാൻ ഓർഡർ ചെയ്തത് പൊടി മസാല ദോശയായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് വെരി ഗുഡ്. അതുപോലെ തന്നെ സാമ്പാറാണെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫുഡ് വാസ് ഗ്രേറ്റ്. ബ്രേക്ക്ഫാസ്റ്റ് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ദിവസം കുറച്ച് സമാധാനം കിട്ടി. അതിനുശേഷം നമ്മൾ കോളേജിലേക്ക് പോയി. ഹലോ ഗൈസ്, ഇവിടെ വെയിൽ കണ്ട. ഹലോ ഗൈസ്, നമ്മുടെ എൻ്റെ കോളേജിൽ ഇവർ വന്നു. ഞാൻ ഇവരെ പൊന്നു പോയിട്ടു. ഞാൻ ഇങ്ങനെ ഓക്കെ ഇവരെ ഞാൻ നല്ല രീതിയിൽ നോക്കി. ഞാൻ ഹോട്ടൽ റൂമിലൊക്കെ വന്ന് കണ്ടു. ഭയങ്കര എന്താ പറയുക, ഫുഡൊക്കെ ഇവരെനിക്ക് മേടിച്ചതിന് അവസ്ഥയെ നല്ല രീതിയിൽ ഉറങ്ങി. പേടിച്ചു പാവം കുട്ടി, എന്നാലും കുഴപ്പമില്ല. ഓക്കെ, നമ്മളിന്ന് സെക്കൻഡ് ഡേ കഴിഞ്ഞു. നമുക്ക് എല്ലാത്തിനും നിന്നും നമ്മുടെ കീർത്തന പിന്നെ ഇതാണ് എൻ്റെ സന്തത സഹചാരികൾ. തനുവിന് പോകാൻ മനസ്സില്ല. തനുവിന് പോകാൻ അത് വേറെ കാര്യം. ഇതുപോലെ ഞങ്ങൾ എക്സസൈസിലായിട്ട് ക്ഷണിക്കുന്നു. പക്ഷെ അവിടെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നിങ്ങൾ വരാനോ? വരാനോ. അപ്പം പിന്നെ കാണുന്നവരെ ബൈ ബൈ. എനിക്ക് ഇവിടുന്ന് പോകുന്നുണ്ടോ?
അങ്ങനെ കീർത്തനോട് മടക്കം പറഞ്ഞിട്ട് നമ്മൾ യൂബറിൽ കയറി. നമ്മളങ്ങനെ ഹൈലൈറ്റ് മാളിൽ എത്തിയിരിക്കുകയാണ്. എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി കാണിച്ചു തരാം. ഞാൻ അറിയാതെ ഇവിടെ പിടിച്ച് നിൽക്കി. ഇതിന് പകരം വേറെ തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞങ്ങൾ വാഷ്റൂമിൽ പോയിട്ടൊന്ന് ഫ്രഷ്നപ്പ് ആയിരുന്നു. ഇവിടെ ഇന്നിപ്പം ഞങ്ങൾ 4 പേരേ ഉള്ളൂ. ജോഷിയുടെ പേരൻസിൻ്റെ കൂടെ പോയി. ആൻഡ് ഞങ്ങൾ 4 പേരും ഏത് ആംഗിളിൽ നോക്കിയാലാണ് ഞങ്ങളെ കാണാൻ ഭംഗി എന്ന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ മനസ്സിലായി ഇത് ക്യാമറയുടെ പ്രശ്നമല്ല, ഞങ്ങളുടെ പ്രശ്നമാണെന്ന്. ഞങ്ങൾ മാളിൽ വന്നത് തന്നെ വാഷ്റൂമിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകണം. ഗൈസ്, ഇവർ 2 പേരും സൈൻ ലബാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ കഴിച്ചിട്ടില്ല. നീ കഴിച്ചിട്ടില്ലേ? ഇവിടെ മാത്രമാണ് കഴിച്ചിട്ടുള്ളൂ. സോ അപ്പം ഞങ്ങൾ വിചാരിച്ചു നമുക്ക് എല്ലാവർക്കും ഇപ്പം ആകെ 4:31 ആയിട്ടേ ഉള്ളൂ. അപ്പം നമുക്ക് കഴിക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. കഴിച്ചിട്ട് വരാം. ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ ഫോൺ ചാർജ് ചെയ്യണമായിരുന്നു. അപ്പോൾ ഇവിടുത്തെ സെക്യൂരിറ്റി ചേട്ടൻ കാണിച്ചു തന്നൊരു പരിപാടി കാണിച്ചു തരാം. ഇവിടെ ഇങ്ങനെ പ്ലഗ് പോയിന്റ്സ് ഉണ്ട്, ഫോൺ ചാർജ് ചെയ്യാം. സോ ഞങ്ങൾ ഒരു ടേബിൾ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പുറത്തെ വലിച്ചെടുത്തിട്ട് സൈൻ ലബാൻ കഴിക്കാം. സൈൻ ലബാൻ ലോഞ്ച് ചെയ്തപ്പോൾ തൊട്ട് നിരഞ്ജന സൈൻ ലബാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ ലേന നീ കഴിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു സംഭവമാണ് സൈൻ ലബാൻ. അങ്ങനെ ഞങ്ങൾ സൈൻ ലബാൻ ഓൾറെഡി സ്വിഗ്ഗിയിലൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ അവിടെ പോയപ്പം ഹൈലൈറ്റ് മാളിൽ സൈൻ ലബാൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ മേടിച്ചത് ചീസ് ബോംബായിരുന്നു. ആൻഡ് കാണുന്ന പോലെ തന്നെ ഇറ്റ് വാസ് ലിറ്ററലി ബോംബ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് നല്ല ഇറ്റ് വാസ് വെരി എസ്തെറ്റിക്കലി പ്ലീസിങ്. അതുപോലെ തന്നെ കാണുമ്പോൾ തന്നെ കൊതിയോ നമുക്ക് കഴിക്കാൻ. ആൻഡ് എന്താ പറയുക, ലവ് അറ്റ് വെരി ഫസ്റ്റ് ബൈറ്റ് എന്ന് പറയുന്ന പോലെ ആയിരുന്നു. ആൻഡ് ചോക്ലേറ്റ്, നോട്ട്സ് ചോക്ലേറ്റ് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കും വെരി മസ്റ്റ് ട്രൈ ആണിത്. ഇറ്റ് വിൽ മെൽറ്റ് യുവർ ഹാർട്ട്. എന്താ എന്നെ കിട്ടുന്നുണ്ടോ? എങ്ങനെയുണ്ട് പിസ? എങ്ങനെയുണ്ട് തനു? ഇപ്പൊ ഞാൻ ഷുഗർ കട്ട് ചീറ്റ് ചെയ്യണ കാര്യം മനസ്സിലായാ? ഷുഗർ കട്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഓവർലി ഷുഗർ ആയിട്ട് കഴിക്കുന്ന ഒരാളല്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മത്ത് വരുന്നില്ല ഈ സാധനം. സൈൻ ലബാൻ വാസ് വൺ ഓഫ് മൈ ബക്കറ്റ് ലിസ്റ്റിലുള്ള കാര്യമായിരുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മൾ ഡിന്നർ ഓർഡർ ചെയ്തു. അവർ മൊമോസ് ആൻഡ് ഞാൻ KFC എന്നാണ് ഓർഡർ ചെയ്തത്. എനിക്ക് പരിചയമില്ലാത്ത കഴിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. നമ്മളിനി ഹൈപ്പർ മാർക്കറ്റിൽ പോകാൻ പോവാണ്. കാണാം. ബൈ ബൈ. മീസോയിൽ പോണോ? കൊണ്ടുപോട്ടെ. ഇവര് ഭാര്യ ഭർത്താവ് അടിയാ. മീസോയിൽ കൊണ്ടുപോട്ടാ, ഞാൻ കൊണ്ടുപോട്ടാ. ആ, നമുക്ക് കൂടെയാണ് വരേണ്ടത്. നമുക്ക് പുള്ളിനെ ട്രസ്റ്റ് ചെയ്യാം. നമ്മൾ ധോണി കാരണമാണ് ഈ വെള്ളം കഴിക്കുന്നത്. വേണ്ട, ഇനി അതെല്ലാം ഒരു കുപ്പി വെള്ളം കൂടെ മേടിക്കണോ? നമുക്ക് പെപ്സി മേടിക്കാം. വേണ്ട, നമുക്ക് അവിടെ ചെന്നിട്ട് മേടിക്കാം. നമുക്ക് ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ട് വെള്ളം മേടിക്കാം. നിരഞ്ജന ഇതിനകത്ത് കയറ്റി വെച്ചാ പെപ്സി അല്ല, പെപ്സി 0 ഷുഗർ മേടിച്ചാൽ മതി. ഒരു കറുമുറു എന്തെങ്കിലും കൂടി മേടിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പോവാട്ടോ. മിനിസോ കണ്ടപ്പോഴും ടോയ് സെക്ഷൻ കണ്ടപ്പോഴും നിരഞ്ജനയും ഫിസയും ആ സൈഡിലേട്ടൊന്ന് വലിഞ്ഞു. 2 എണ്ണത്തിന് നല്ല പ്രായം ഉണ്ടെങ്കിലും
ഇതിനോടുള്ള കമ്പൊന്നും ഇതുവരെ മാറിയിട്ടില്ല. അതുപോലെ തന്നെ ഞാനും. എനിക്ക് ആ ഡോക്ടർ സെറ്റ് കണ്ടപ്പോഴത്തേക്കും എനിക്ക് മേടിക്കാൻ തോന്നി. പക്ഷേ ഫിസേനെ മേടിക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മേടിക്കുന്ന തെറ്റല്ലേ, അതുകൊണ്ട് ഞാൻ എന്നെയും തന്നെ കൺട്രോൾ ചെയ്ത് വെച്ചു. എന്തൊക്കെ സാധനങ്ങളല്ലേ ഇപ്പോഴത്തെ പിള്ളേർക്ക് കളിക്കാനായിട്ട്, ഊതുന്ന സാധനം, ഡോക്ടർ സെറ്റ് എല്ലാം ഉണ്ട്. ഞാനുണ്ടായിരുന്നപ്പോഴും ഉണ്ട്, പക്ഷെ ഇത്രയും എസ്തെറ്റിക് ആയിട്ടുള്ള സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ മെൻസിന് ഇഷ്ടപ്പെടുന്ന കുറേ കാർ കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് 1200 ഓർ സംതിങ്. ഞാൻ ജസ്റ്റ് ഒന്നെടുത്ത് നോക്കി. പിന്നെ എനിക്ക് ആർക്കും മേടിച്ചു കൊടുക്കാനില്ലാത്തതും എനിക്ക് ബ്രദേഴ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതെടുത്തില്ല. അതിനുശേഷം വി ഹാഡ് ആ ഡിന്നർ. അങ്ങനെ നമ്മുടെ കോൺഫറൻസ് കഴിഞ്ഞു. ആദ്യമായിട്ട് നമ്മളല്ലേ 4 പേര് ഒരുമിച്ച് സോ ഈ ഒരു വീഡിയോ ഒരു മെമ്മറി പോലെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഒഫൻഡഡ് ആവാനുള്ള കാര്യങ്ങളുണ്ടാവും, പലതും ഉണ്ടാവും. പക്ഷെ ഇറ്റ്സ് ജസ്റ്റ് നമ്മുടെ എൻ്റർടൈൻമെൻ്റ് ആണ്. യെസ്, 2 ദിവസം അടിച്ചു. ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ അമ്മയുള്ളതൊരു മാളിൽ പോകുന്നത്. ആദ്യമായിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നു, ഒരുമിച്ച് കുറേ സമയം ഫിസൂരെ കെട്ടിപ്പിടിച്ച് കിടന്നു. ഞാൻ ആദ്യമായിട്ടാണ് തൃശ്ശൂർ വന്നിട്ട്, ഞാൻ എറണാകുളം ജില്ല വിട്ട് ഞാൻ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് പോണേ. അത് നമ്മളെല്ലാവരും ഒറ്റയ്ക്ക് ചെയ്തല്ല. എല്ലാ കാര്യവും ഞങ്ങൾ ഫിനാൻഷ്യലി ആണെങ്കിലും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തന്നെ ടാലി ചെയ്തു, ദൂർത്ത് കുറച്ചു. ഞങ്ങൾക്ക് ഒരു ദിവസം 500 രൂപ താഴെ. റൂം കൂടി ബുക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ നമുക്ക് നല്ലപോലെ പൈസ ലാഭിക്കാമായിരുന്നു. അതാണ് ഞങ്ങൾ അതെ ഭയങ്കര അക്കരെയൊക്കെ നല്ലത്. പിന്നെ നല്ല ക്യാമ്പസ്. അവിടുത്തെ ടീച്ചേഴ്സ് ആണെങ്കിലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. കീർത്തന ഉള്ളതുകൊണ്ട് നമുക്ക് ഷാരോണും കീർത്തന രണ്ടുപേരും. എനിക്ക് ഷാരോണിനെ അറിയത്തില്ലായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഷാരോണിനെ അറിയുന്നത്. കീർത്തനയുടെ അമ്മ എനിക്ക് പണ്ടോട്ട് അറിയാം. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കീർത്തന അമ്മേനെ ക്രൈസ്തലുള്ള മിക്ക ആൾക്കാർക്കും അറിയായിരിക്കും എന്ന് തോന്നുന്നു. അവൾ കാരണം ഞങ്ങൾക്ക് പല കാര്യങ്ങളും എളുപ്പമായിരുന്നു. എല്ലാം കൊണ്ട് കാണിച്ചു. ഞങ്ങളുടെ ഫോണൊക്കെ ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ ഓരോരോ കാര്യങ്ങളും നമുക്ക് എവിടെ പോയാലും നമുക്ക് ദൈവത്തിൻ്റെ രൂപത്തിൽ ആരെങ്കിലും വരും എന്ന് പറയുന്നത് അതായിരിക്കും. അതുപോലെ തന്നെ ഷാരോൺ ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റായിരുന്ന സമയത്ത് ആ ചെറുക്കൻ പോയി പാവം പോയി വെള്ളമൊക്കെ മേടിച്ചുകൊണ്ട് തന്നു. നല്ല കമ്പനി, നല്ല റെസ്പെക്ട്ഫുൾ ആയിട്ട് ഡ്രോപ്പ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് പുള്ളി സംസാരിച്ചതും പെരുമാറിയതും എല്ലാം. നമ്മൾ ഏറ്റവും കൂടുതൽ ഒരാളുടെ അടുത്ത് നമ്മൾ വേണ്ട സാധനമുള്ള റെസ്പെക്റ്റ്. അതുപോലെ തന്നെ കീർത്തന മേനൻ എല്ലാത്തിനും ഞങ്ങൾ ഹെൽപ്പ് ചെയ്തു. എല്ലാവരും ഇങ്ങനെ നമ്മൾ കീർത്തനോട് തുടങ്ങുമ്പോൾ എല്ലാവരും ഇങ്ങനെ എവിടെ പറഞ്ഞുണ്ടെന്ന് കീർത്തന പറയും. അതുപോലെ തന്നെ പെട്ടെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ സമയം കഴിഞ്ഞ പോലെയാണ് തോന്നുന്നത്. 2 ദിവസം പെട്ടെന്ന് പോയി. ഇനി നമുക്ക് കോളേജ്, പക്ഷെ അത് സ്റ്റേ ഇല്ല. എനിക്ക് കുറച്ചുകൂടെ സ്റ്റേ ഉള്ളതുകൊണ്ടാണ് ഇത് കുറച്ചും കൂടി ഇങ്ങനെ ആയിരുന്നു. മറ്റു നമ്മൾ പോകുന്നു നേരെ വരുന്നു. എൻജോയ്മെന്റ് ഇത്ര എൻജോയ്മെന്റ് ഉണ്ടാവില്ല. അതായത് ഇവിടുന്ന് പോവണ്ടെന്ന് തോന്നുന്നു. ലാസ്റ്റ് ആ കോളേജ് നല്ല കോളേജ്, ഭയങ്കര എസ്തെറ്റിക്കലി പ്ലീസിങ് ആയിട്ട്. ഒട്ടും ഓഡിറ്റോറിയത്തിൽ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ചൂടായി. അല്ലാതെ രാവിലേക്കാണ് നല്ല പ്രകൃതി രമണീയമായിട്ടുള്ളൊരു കോളേജായിരുന്നു. SH പോലുള്ളൊരു കോളേജിൽ നിന്ന് ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ശുദ്ധവായു. ആ പാർക്ക് നല്ല പാർക്ക്. എന്തായാലും നമുക്ക് പിന്നെ കോൺഫറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോൺഫറൻസ് നല്ല വലിയ ആൾക്കാർ, ഇന്റർനാഷണൽ കോൺഫറൻസ് ആയിരുന്നു. എങ്ങനെയാണ് പേപ്പർ പ്രസന്റേഷൻ ചെയ്യുന്നത്? ഞങ്ങൾക്ക് കോൺഫറൻസ് എന്താണെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ വന്നു പേപ്പർ പ്രസന്റേഷൻ എന്നൊക്കെ പറയുമ്പോൾ എന്താ സാധനം എന്ന് ചോദിച്ചോണ്ട് ഞങ്ങൾക്കിപ്പം ആരെങ്കിലും ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് വേഗ് ഇൻഫർമേഷൻ ആയിരുന്നു. ഇപ്പം ഞങ്ങളുടെ ജൂനിയേഴ്സ് ചോദിച്ചാൽ ഇന്നതാണ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റി. അപ്പം എല്ലാം കൊണ്ടും ഒരു നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരിക്കലും മറക്കില്ല. ഐവി പോകുന്നതിനേക്കാൾ ഇപ്പൊ ഐവി പോയാലും നമ്മുടെ ക്ലാസ്സിലുള്ള എല്ലാവരും നമുക്ക് എല്ലാവരോടും മിണ്ടിയും പറഞ്ഞിരിക്കാനുള്ള ഒരു സമയം കിട്ടത്തില്ല. ഇതിപ്പോൾ ഞങ്ങൾ 4 പേരും ആയതുകൊണ്ട് 5 പേരും ആയതുകൊണ്ട് തന്നെ
ഒരു കംഫർട്ട് സോണിൻ്റെ ആ ഒരു സാധനം ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു എല്ലാം. ഇഷ്ടമുള്ള ആൾക്കാരായിട്ട് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ ഭയങ്കര രസമാണ്, നല്ല രസമാണ്. ഇത് ബേസിക്കലി ഞങ്ങളൊരു മെമ്മറി ബുക്ക് എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരു ലോജിക്കും ഉണ്ടാവില്ലായിരിക്കും. നിങ്ങൾക്ക് കാണുമ്പോൾ അങ്ങനെ തോന്നും, പക്ഷേ ഇറ്റ്സ് ലൈക്ക് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ 4 പേരും ഓരോരോ സ്ഥലത്തായിരിക്കും. ഇത് ഞങ്ങളുടെ മക്കൾക്ക് ഇരുന്ന് കാണാം. ഇത്ര ഉള്ളൂ, പക്ഷെ ഇത്ര ഉള്ള ആളെ ഉണ്ടാക്കാനുള്ള പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഈ വീട്ടുകാർ കാണാനുള്ളത് കേട്ടോ. സൈലബാൻ കഴിച്ചു. ആരെ കൊണ്ടുപോയെന്ന് പറ. അതുപോലെ തന്നെ നിരഞ്ജന ഊബർ ഡൗൺലോഡ് ചെയ്ത് ബുക്ക് ചെയ്തു. നിരഞ്ജന കുറെ ഇൻഡിപെൻഡന്റ് ആയി. എങ്ങനെ നടക്കണം, എങ്ങനെ ട്രെയിനിൽ കയറണം, എങ്ങനെ ഊബർ ബുക്ക് ചെയ്യണം. ഫസ്റ്റ് ടൈം ട്രെയിനിൽ കയറി എല്ലാം ഉണ്ട് ഇതിനകത്ത്. നമ്മൾ കുറെ നാളായിട്ട് പ്ലാൻ ചെയ്തു നമുക്ക് എവിടെയെങ്കിലും പോകണം. പക്ഷെ സാഹചര്യങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ആയിരുന്നില്ല. എല്ലാം കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇനി വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഞാൻ മിസ് ചെയ്യും. പല മണ്ടത്തരങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഓരോരോ പെട്ടെന്ന് എങ്ങനെയും ഒന്ന് ഭയങ്കര ലാഗായിരുന്നു. പക്ഷെ എങ്ങനെ തീരണം എന്നുള്ളൊരിതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഈ തീർന്നു കഴിഞ്ഞപ്പോൾ അയ്യോ തീരണ്ടായിരുന്നു എന്നുള്ളൊരിതായിപ്പോയി. നല്ല നല്ല ഓരോരോ വലിയ വലിയ ആൾക്കാരൊക്കെ വന്നിട്ടാണ് കോൺഫറൻസ് എടുത്തത്. നല്ല നല്ല ആൾക്കാരായിരുന്നു. പിന്നെ അവിടെ ആൾക്കാർ പ്രസന്റ് ചെയ്ത പേപ്പറുകളും സാധാരണ നമ്മൾ കാണുന്നതിനേക്കാൾ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള പേപ്പറുകളായിരുന്നു. ഞങ്ങൾ നോട്ട്സൊക്കെ എഴുതിയിട്ടുണ്ട്. കുറച്ച് നേരം കിടന്ന് ഉറക്കി. അത് ഉണ്ടാക്കണം. ഇനി റിപ്പോർട്ട് ഉണ്ടാക്കാനുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് ഊബർ ബുക്ക് ചെയ്തിട്ട് നമ്മൾ ബസ്സിൽ കയറി പോകും. പിന്നെ ബൈ ബൈ ടു തൃശ്ശൂർ. ഇനി നമുക്ക് ഇതുപോലെ അവസരം കിട്ടുമ്പോൾ എന്തായാലും നമ്മളിൽ പോകും. അതെ, അതിപ്പോൾ ഏത് ഗോകർണത്തിലാണെങ്കിലും നമ്മൾ പോകും. അറ്റൻഡൻസ് തരും നമുക്ക്. നമ്മുടെ കോളേജിൽ നിന്ന് ടീച്ചേഴ്സ് സപ്പോർട്ടീവ് ആണ് അത്യാവശ്യം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ അങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോകാമെന്ന് വിചാരിച്ചിരിക്കുന്നു. അല്ലേ? ബൈ ബൈ. ഒരു ഇമോഷൻ ലൈഫ് ഓഫ് ലൈന. അതെ, കൂടെ ഞങ്ങളും വിത്ത് ലൈനയുടെ ലൈഫ് ഒന്ന് ലൈഫ് ലൈന ഞങ്ങള്. അതെ. അപ്പൊ എന്തായാലും നമുക്ക് പിന്നെ ഇതിനു വേണ്ടി നമ്മുടെ പേരൻസ് സപ്പോർട്ട് ചെയ്തു. പേരൻസ് ഇല്ലെങ്കിൽ നമ്മളോട് വരൂലല്ലോ. അത് അവര് പോയി. ഞാൻ മൂലം തീരാന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതുപോലെ തന്നെ പേരൻസും പൊയ്ക്കോളാൻ പറഞ്ഞു. അത് വലിയൊരു കാര്യമാണ്. ഇനി കോളേജിലുള്ള ഒരു സപ്പോർട്ട് ചെയ്തു. ആ ടീച്ചർമാരൊക്കെ ആണെങ്കിൽ ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ഞങ്ങൾക്ക് കോളേജിൽ കിട്ടിയ ഏറ്റവും വലിയ ഒരു ലക്കി സംഭവമാണ് ഞങ്ങളുടെ ഡി അല്ലായിരുന്നു ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ എങ്കിൽ, അല്ലെങ്കിൽ ഡി അല്ലായിരുന്നു ഞങ്ങളുടെ മെന്റർ എങ്കിൽ ഞങ്ങൾ എപ്പോഴേ കോളേജ് ഡ്രോപ്പ് ഔട്ട് ചെയ്തില്ല. കാരണം നമുക്ക് കോളേജിൽ നിന്നുള്ള ഒരു സാധനം നമുക്ക് ടീച്ചർ ഞാൻ ഡി എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ അമ്മയടുത്ത് ഡി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അമ്മ എപ്പോഴും ഓരോന്നിനും പറയുമ്പോൾ ദീദി എന്നാണ് പറഞ്ഞത്. പക്ഷെ അത് പറയുമ്പോൾ ഞാൻ പറയാം അമ്മ ദീദി അല്ല ഡി. പിന്നെ ഞാനത് പറഞ്ഞു എപ്പോഴും ആലോചിക്കും, എനിക്കിപ്പോൾ ഒരു ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു റോളിലാണ് പുള്ളിക്കാരി ഇപ്പം നമുക്ക്. അങ്ങനെ ഞാൻ പലപ്പോഴും അങ്ങനെ എപ്പോഴെങ്കിലും ഷോ ഇറക്കട്ടെ. സിബിൻ എന്ന് പറയുമ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ചുമന്ന് വരും. ഡി സപ്പോർട്ട് ചെയ്തു. ഞങ്ങൾ എപ്പോഴും പറയും കഴിഞ്ഞ വർഷം തീർന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും പറയായിരുന്നു ദൈവം ഇനി ഡി എങ്ങാനും പോവോ, തിരിച്ച് ബാംഗ്ലൂർക്ക് പോവോ എന്ന് പറയായിരുന്നു. ടീച്ചർ ഞങ്ങൾ 2 വർഷം കൂടെ ഉണ്ട്, 2 വർഷം തീരുന്നവരെ ഉണ്ടെന്ന് പോകരുത്. ഡി പോവല്ലേ എന്നാണ് ഇപ്പം ഞങ്ങളുടെ പ്രാർത്ഥന. എന്തായാലും നമുക്ക് നോക്കാം. ഞാനവിടെ വന്നപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു ഇവരോട് വിളിച്ച് നോക്കുക ബസ്. പക്ഷെ ഞങ്ങൾ വിളിച്ചിട്ട് എടുക്കണ്ടേ? ലാസ്റ്റ് വിളിച്ചാൽ പറയാം ബസ് ഓടി അത് കയറിക്കോളാം. അങ്ങനെ ബസ് തൃശ്ശൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. നിരഞ്ജനയും തനും ഉറങ്ങി എന്നാണ് തോന്നുന്നത്. നിരഞ്ജന ഒന്നായിട്ട് ഉറങ്ങി, ഞാൻ ഉറങ്ങിയില്ല. കാരണം എനിക്കൊരു ടെൻഷൻ, ഇനി ഇങ്ങനെ സ്റ്റോപ്പ് എത്തിയിട്ട് ഇറങ്ങാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ള രീതിയിലൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായി. അപ്പോൾ ഞാൻ ഉറങ്ങിയില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നിരഞ്ജന എണീറ്റു കേട്ടോ. നിരഞ്ജനയുടെ മമ്മി വിളിച്ചപ്പോൾ നിരഞ്ജന എണീറ്റു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവൾ ഉറങ്ങിയില്ല, കാരണം ഉറക്കം പോയി. ഒന്നാമത് ഉറങ്ങുന്ന ടൈമല്ല, ഒരു 9:30-10 ആ സമയമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. പിന്നെ തനു ഫസിയുടെ ബാക്കിൽ ഇരുന്ന് ഭയങ്കര കോമഡി ആയിരുന്നു. കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അപാര കോമഡി ആയിരുന്നു.
എന്നിട്ട് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു ഞങ്ങൾക്ക് ഇവരായിട്ട് യാതൊരു വിധ ബന്ധവും ഇല്ല. അത് കാരണം അമ്മാതിരി കോമഡി ആയിരുന്നു അവർ രണ്ടുപേരും ബാക്കി ഇരുന്നിട്ട്. അങ്ങനെ 2 ദിവസം പോയതേ അറിഞ്ഞില്ല. ഈ 2 ദിവസം കൊണ്ടും പല കാര്യങ്ങളും ഞങ്ങൾ 4 പേരും പഠിച്ചു. ഒറ്റയ്ക്ക് നിൽക്കാനും ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാനും എങ്ങനെയാണ് എല്ലാം വർക്ക് ചെയ്യുന്നതെന്നും ലൈക്ക് വീടിനുള്ളിൽ താമസിച്ച് കഴിയുന്ന ആൾക്കാർ പെട്ടെന്ന് പുറത്തിറങ്ങുമ്പോൾ എങ്ങനെ ഇത്ര നന്നായി ഇൻഡിപെൻഡൻ്റ് ആവുന്നതെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ആൻഡ് ദ 2 days ഇറ്റ് റീഷേപ്ഡ് മീ. എന്നെ മാത്രമല്ല എൻ്റെ കൂടെയുള്ള എല്ലാവരും അത് നല്ല രീതിയിൽ മാറ്റിയെടുത്തു. നല്ല മാറ്റങ്ങളായിരുന്നു എല്ലാം. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് വൈറ്റിലെത്തി. പിന്നെ വൈറ്റിൽ നിന്ന് ആ കാണുന്ന ഊബറിലാണ് നിരഞ്ജന ചോറ്റാനിക്കരയ്ക്ക് പോയത്. ആൻഡ് ഞങ്ങൾ ബാക്ക് ടു മൈ ഹോം. എൻ്റെ അപ്പയമ്മയാണ് പിക്ക് ചെയ്യാൻ വന്നത്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. വി ബാക്ക് വിത്ത് 2-day trip and lots of memories which will be there within us for the rest of our lives. And I'm thankful for the God and my Almighty.